ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനം അമേരിക്കയുടെ മുന്നിൽ പണയം വെച്ച് നരേന്ദ്രമോദി തിരിച്ചു വന്നിരിക്കുന്നു. അതായത് ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയുടെ 4 ഡിഗ്രി തണുപ്പുള്ള കാർഗോ വിമാനത്തിൽ 46 മണിക്കൂർ കയ്യും കാലും ബന്ധിച്ച് ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന അമേരിക്കയ്ക്ക് മുൻപിൽ തൊഴുതു നിൽക്കുന്ന നരേന്ദ്രമോദിയെ ഈ രാജ്യം വേണ്ടുവോളം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. ആദ്യത്തെ ഒരു ട്രിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയ്ക്ക് ഓടിപ്പോയ നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ രാജ്യം വളരെയധികം സന്തോഷിച്ചു. ഡൊണാൾഡ് ട്രംപിനെ പ്രതിഷേധമറിയിക്കാൻ പോയതാണ് മോദി എന്ന് കരുതി. പക്ഷേ മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നതാണോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്കാർ ഉള്ളത്. അപ്പോഴാണ് രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. അതായത് അദ്ദേഹം ഭരിക്കുന്ന 2013 ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെയും ഒരു മോദി സർക്കാരിൻ്റെയും താരതമ്യം മാത്രമല്ല, ഇത് മഹത്വം മനസ്സിലാക്കുന്നത് കൂടി ഇതിലൂടെയാണ്. അതായത് 2013 മൻമോഹൻ സിംഗ് രാജ്യം ഭരിക്കുമ്പോൾ അമേരിക്കയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥയായ ദേവയാനി കോബ്രഗഡയെ അപമാനിച്ചൊരു സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അമേരിക്കയിലെ വീട്ടുജോലിക്കാരി നൽകിയ ഒരു പരാതിയെ തുടർന്ന് അമേരിക്ക ഇന്ത്യൻ ഉദ്യോഗസ്ഥയെ അപമാനിച്ചു, അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇതിന് മറുപടിയായി അമേരിക്ക ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടൊരു ഫോട്ടോ പബ്ലിഷ് ചെയ്തു. അതായത് ദേവയാനി എന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥയെ കൈവിലങ്ങണിയിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചിത്രമാണ് അമേരിക്ക പരിഹസിച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു നയതന്ത്ര പരിരക്ഷയൊന്നും ഇവിടെ ഇല്ല എന്നാണ് അമേരിക്ക അറിയിച്ചത്. ഇത് കണ്ടയുടനെ നരേന്ദ്രമോദി ചെയ്തതുപോലെ അമേരിക്കയോട് കൈകൂപ്പി നിൽക്കുകയല്ല മൻമോഹൻ സിംഗ് ചെയ്തത്. അമേരിക്കയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഒറ്റയടിക്ക് നിർത്തിവെച്ച് അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞു മൻമോഹൻ സിംഗ്. എന്നിട്ടും തീർന്നില്ല. അമേരിക്കൻ എംബസിക്ക് ദില്ലിയിൽ നൽകിയിരുന്ന പോലീസ് സുരക്ഷ അങ്ങോട്ട് പിൻവലിച്ചു. കൂടാതെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും ID കാർഡുകൾ പിടിച്ചെടുത്തു. മാത്രമല്ല അമേരിക്കൻ എംബസിയിൽ വീട്ടുജോലിക്ക് നിൽക്കുന്നവരുടെ വരെ വിശദ വിവരങ്ങൾ ശേഖരിച്ചു ഇന്ത്യ. എന്തെങ്കിലും സംശയം തോന്നിയതെല്ലാം ഒഴിവാക്കി വിട്ടു. പുറത്തു പോകുന്ന എംബസി വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അവസാനം അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് മദ്യം വരെ അകത്തേക്ക് കൊണ്ടുവരുന്നത് വരെ ഇന്ത്യ നിരോധിച്ചു. അങ്ങനെ അമേരിക്ക അപമാനിച്ച ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥയോട് അവർ മാപ്പ് പറയാതെ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ അറിയിച്ചു. ആ പ്രധാനമന്ത്രിയുടെ പേര് മൻമോഹൻ സിംഗ് എന്നായിരുന്നു, നരേന്ദ്രമോദി എന്നല്ല. അവസാനം ദേവയാനി എന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥയ്ക്ക് കേസ് പിൻവലിച്ച് എല്ലാ പരിരക്ഷയും അമേരിക്ക കൊടുത്തതോടെയാണ് മൻമോഹൻ സിംഗ് സംസാരിക്കാൻ വരെ തയ്യാറായത്. ട്രംപിന്റെ മുന്നിൽ ഏത്തമിട്ടു നിന്ന നരേന്ദ്രമോദിയും അമേരിക്കയെ ക്ഷാവരപ്പിച്ച മൻമോഹൻ സിംഗും രണ്ടും രണ്ടാണ് എന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. എന്തോ ചില രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന് വേണ്ടി മാത്രം ഇന്ത്യയുടെ അഭിമാനം പണയം വെച്ച് നരേന്ദ്രമോദി ഒന്നുകൂടി അറിയണം. തങ്ങൾ അമേരിക്കയിൽ പോയി വന്നതിന് ശേഷവും കുടിയേറ്റക്കാരെയും കൊണ്ട് അമേരിക്കൻ വിമാനം ഇന്ത്യയിൽ വീണ്ടും വന്നിരിക്കുന്നു. അതേ രീതിയിൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് 2ാമതും 3ാമതും വിമാനം വന്നത്. അപ്പോൾ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി എന്താണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഏതായാലും ഒന്നു മനസ്സിലായി, പണം കൊടുത്താൽ PR ഏജൻസികൾ വാഴ്ത്തിപ്പാടുമെങ്കിലും നട്ടെല്ല് അത് വാടകയ്ക്ക് കിട്ടില്ല.